പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ ലൈഫിന്റെ ഈ മീറ്റിംഗിൽ സന്ധ്യയിൽ കടന്നു വരുവാൻ കർത്താവ് നമുക്ക് തന്ന എല്ലാ നല്ല സാവകാശത്തിനും എല്ലാ നല്ല അവസരത്തിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടി ദൈവവചനം കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ, വളരെ ഭീകരമായ, ഞെട്ടിക്കുന്ന വലിയ വാർത്തകളൊക്കെ നമ്മൾ കേട്ട് പലരും വളരെ പ്രയാസത്തിലും വേദനയിലൂടെയൊക്കെ കടന്നു പോകുന്ന സാഹചര്യമാണ്. എങ്കിലും നമുക്കറിയാം, ദൈവത്തിന്റെ കരം അതിന്റെ മേലൊക്കെ ഉണ്ടെന്നും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ളവരെ ഓർക്കുക എന്നുള്ളതൊക്കെയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. അതുകൊണ്ട് ആ പ്രാർത്ഥന മുടങ്ങാതെ, അങ്ങനെ ഒത്തിരി നഷ്ടങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും വേർപാടുകളും ഒക്കെ അതിന്റെ വേദനയിലൊക്കെ ആയിരിക്കുന്ന ഒരു ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം സഹായിക്കട്ടെ. തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപയാണ് ഓരോ ദിവസവും ദൈവം നമ്മളെ വഴി നടത്തുന്നത്. നമുക്ക് പുകഴുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ല. ദൈവസന്നിധിയിൽ ദൈവം നമ്മളെ നടത്തുന്നു, ദൈവം നമ്മളെ പരിപാലിക്കുന്നു. ദൈവികമായ കരുതൽ ഓരോ ദിവസവും നമ്മൾ അറിയുന്നു എന്ന് മാത്രമേ നമുക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് സന്ധ്യയിൽ ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ എന്ത് സംസാരിക്കണമെന്നുള്ളൊരു വളരെ ചിന്താഭാരത്തിലായിരുന്നു. പല ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നെങ്കിലും ഒരു പ്രത്യേക ഒരു സബ്ജക്റ്റിലേക്ക് പരിശുദ്ധാത്മാവ് ഫോക്കസ് ചെയ്ത് എന്നെ നിർത്തുവാനായിട്ടിടയായി. ആ ഭാഗം ഞാൻ സംസാരിക്കുവാനായിട്ട് കർത്താവ് ശരണപ്പെടുകയാണ്. അതിന് ആധാരമായിട്ട് യെശയ്യാ പ്രവചനം, ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 6 വേഴ്സ് 8 ആണ് ഞാൻ ആരംഭത്തിൽ വായിക്കുന്നത്. ആക്ച്വലി യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു ചിന്തയാണ് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഇന്ന് തന്നിരിക്കുന്നത്. നമ്മൾ ഒത്തിരി കേൾക്കുകയും ഒത്തിരി ധ്യാനിക്കുകയും ഒത്തിരി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണിത്. വളരെ സുപരിചിതമാണ്, വായിക്കാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയാവുന്ന ഒരു പോർഷനാണ്. എങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന ഭാഗങ്ങൾ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാകേണ്ടതിന് വേണ്ടി ആ ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് കടന്നു പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനില്ല, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇവിടെ ഞാൻ ആരെ അയക്കേണ്ടു, ഈ ഞാൻ ആരാ? ദൈവമാണ്. ഇവിടെ ചില നാമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ക്യാരക്ടേഴ്സിനെ എടുത്ത് കാണിക്കുവാൻ വേണ്ടി ഇവിടെ കർത്താവും യെശയ്യാവും തമ്മിൽ നടത്തുന്ന ഒരു എൻകൗണ്ടർ ആയിട്ട് നമുക്ക് ഇതിനെ കാണുവാനായിട്ട് കഴിയും. അവിടെ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ ആരെ അയക്കുന്നു, പിന്നെ ആർ നമുക്ക് വേണ്ടി പോകും, എനിക്കും നിനക്കും വേണ്ടി ആര് പോകും? ഞാൻ ആരെ അയക്കേണ്ടു, നമുക്ക് വേണ്ടി, അല്ലെ എനിക്ക് വേണ്ടി എന്നല്ല, നമുക്ക് വേണ്ടി ആർ പോകും? അപ്പോൾ യെശയ്യാവ് പറയാണ്, ഞാൻ തയ്യാറാണ്, അടിയനിത, എന്നെ അയക്കണം. പറഞ്ഞു മനസ്സിലായോ? ഈ ദൈവത്തിന്റെ ആഗ്രഹം നമുക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളാണ്. പക്ഷെ അത് ദൈവത്തിന്റെ ആഗ്രഹത്തിൽ നാം പല കാര്യങ്ങളിലും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങൾ ദൈവം സാധ്യമാക്കി തരും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ, നമുക്കൊരു നീഡുണ്ട്. അത് ദൈവത്തിന്റെ മാത്രം നീഡല്ല, നമ്മുടെ നീഡാണ്. നാമും ദൈവവുമായിട്ട് ചേർന്ന് ദൈവസന്നിധിയിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു വരുന്ന ചില നീഡുകളുണ്ട്. അത് ദൈവത്തിന്റെ മാത്രം നീഡല്ല, നമ്മുടെ കൂടെ നീഡാണ്. അത് നമ്മുടെ മാത്രം നീഡല്ല, ദൈവത്തിന്റെ കൂടെ നീഡാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ചോദിക്കുകയാണ്, അയക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തി അത് ഞാനാണ്. വേറെ ആർക്കും അയക്കുവാനുള്ള കഴിവില്ല, സെൻഡ് ചെയ്യുവാനുള്ള അതോറിറ്റി ഇല്ല. ഒരു ദൈവിക ശുശ്രൂഷയിൽ ഒരു വ്യക്തിയെ അയക്കുക എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അതിന്റെ പൂർണ്ണ കൺട്രോളും എടുക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. അതിന് ദൈവം തയ്യാറാണ്. ഞാൻ അയക്കാൻ തയ്യാറാണ്, നമുക്ക് വേണ്ടി, എനിക്കും നിനക്കും വേണ്ടി ഞാൻ ചിലതൊക്കെ ചെയ്യുവാൻ തയ്യാറാണ്. പക്ഷേ ആര് പോകും എന്നുള്ളൊരു ചോദ്യം മുന്നിൽ നിൽക്കുമ്പോൾ യെശയ്യാവ് ചാടി പറയുകയാണ്, അടിയനിത, എന്നെ അയക്കണം. ഈ ദൈവവും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ വരുമ്പോൾ
ഈ ദൈവത്തിന്റെ ആവശ്യങ്ങൾ ദൈവം നമ്മളോട് ഷെയർ ചെയ്യും. ദൈവത്തിന്റെ നീഡ്, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ, ദൈവത്തിന്റെ പ്ലാനുകൾ, ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവം നമ്മളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പദ്ധതികളെ കുറിച്ചും ദൈവം നമ്മളോട് ഷെയർ ചെയ്യും. അപ്പൊ ദൈവികമായ വിഷയങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യപ്പെടുമ്പോൾ അത് നമ്മുടെ കൂടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ടൊരു ചുവടെടുത്തു വെക്കാൻ നമ്മൾ തയ്യാറാണോ എന്ന് ദൈവം പരീക്ഷിക്കും. നമ്മൾ എത്രത്തോളം ദൈവത്തിന്റെ നീഡിന് നമ്മൾ എത്രത്തോളം താല്പര്യമുള്ളവരാണ്. ഈ ദൈവസന്നിധി കടന്നു വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ലഭിക്കണം, എന്റെ കാര്യം നടക്കണം, എന്റെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്, എനിക്ക് ചില ലിസ്റ്റുകളുണ്ട്, എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്, ഇത് മാത്രമാണ് എന്റെ ഫോക്കസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കാണാൻ ഒരിക്കലും ദൈവത്തിന്റെ നീഡ് മനസ്സിലാക്കാതെ പോകുന്നു. പറഞ്ഞ മനസ്സിലായോ? ഞാൻ ചോദിച്ചോട്ടെ, നമ്മള് ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം, അല്ലെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം, രണ്ട് സഹോദരങ്ങൾ ഒരുമിച്ചുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ ഒരാളുടെ നീഡ് മാത്രമല്ല അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പരസ്പരം നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഒരു വൺ സൈഡഡ് ആയിട്ട് ഒരാൾക്ക് വേണ്ടി മാത്രം മറ്റൊരാൾ എല്ലായ്പ്പോഴും ഇരിക്കണമെന്നില്ല. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, തിരിച്ചെടുക്കുന്നു. നമ്മൾ അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് നമ്മൾ റിലേഷൻഷിപ്പിനെ സൂക്ഷിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ വൺ സൈഡ് മാത്രമായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ദൈവത്തെ ഏൽപ്പിക്കുന്നത്? കർത്താവെ, നമ്മൾ വരുമ്പോ തൊട്ട് കർത്താവെ എനിക്ക് അതില്ല, എനിക്കിതില്ല, എനിക്ക് ഇത് ആവശ്യമാണ്, എനിക്ക് അത് ആവശ്യമാണ്, എനിക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മുടെ പ്രാർത്ഥനയുടെ ലിസ്റ്റിൽ എവിടെയെങ്കിലും ദൈവമേ നിന്റെ ഹിതം, നിന്റെ ആവശ്യം, നിന്റെ നാമം, നിന്റെ ശുശ്രൂഷ, ഇതിന് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ എന്ന് തിരക്കുന്ന, ആരായുന്ന, ഞാൻ സംസാരിക്കാൻ പോകുന്ന എന്റെ ദൈവം, ഞാൻ ഇടപെടുവാൻ പോകുന്ന എന്റെ ദൈവം, ഞാൻ കൂട്ടായ്മയിലായിരിക്കുന്ന എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന് എന്നിലൂടെ എന്തെങ്കിലും ഒരു ആവശ്യം, എന്നെ എങ്ങോട്ടെങ്കിലും അയക്കേണ്ട ഒരു ആവശ്യം, എന്നെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല? അത് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ പോകുന്ന വിഷയം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. യെശയ്യാവ് പറയുകയാണ്, അടിയനെ അയക്കണം, ഞാൻ റെഡിയാണ്. യെശയ്യാവ് പറഞ്ഞു. പക്ഷേ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള നല്ലൊരു സന്ദർഭമാണ്, അല്ലേ? നല്ലൊരു കാര്യമാണ്. ദൈവം സംസാരിക്കുന്നു, യെശയ്യാവ് പ്രതികരിക്കുന്നു, ദൈവം പറയുന്നു, യെശയ്യാവ് റെഡിയാകുന്നു. പക്ഷേ ഇതൊന്നും പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല. കാര്യം എന്താ അറിയാമോ? യെശയ്യാവിനെ മാറ്റിമറിച്ച ഒരു വലിയ സംഭവം, ഒരു വലിയ സിറ്റുവേഷൻ ഇതിനു മുമ്പേ നടന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കുമ്പോഴേ എങ്ങനെയാണ് യെശയ്യാവ് ഈ രീതിയിൽ രൂപപ്പെട്ടത്, എങ്ങനെയാണ് യെശയ്യാവ് ഈ രീതിയിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ ആ 6-ാമത്തെ അധ്യായം, ആ ചാപ്റ്റർ 6 നമ്മൾ ഒന്നുകൊണ്ട് പഠിക്കുമ്പോൾ, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആര് കണ്ടു? യെശയ്യാവ് കണ്ടു. ഞാൻ ചോദിച്ചോട്ടെ, എപ്പോഴാ കണ്ടേ? ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ. എന്ന് പറഞ്ഞാൽ ഇതുവരെ ദൈവിക ശുശ്രൂഷ ചെയ്യുമ്പോഴും, ഇതുവരെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവിക ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുമ്പോഴും യെശയ്യാവ് ദൈവം എവിടെ ഇരിക്കുന്നു, ദൈവം എന്താ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ അവസ്ഥ എന്താണെന്നോ, അല്ലെങ്കിൽ അവനായിരിക്കുന്ന ചുറ്റുപാട് എന്താണെന്നോ, ദൈവത്തിന്റെ മഹത്വം എന്താണെന്നോ ഒന്നും ഗ്രഹിക്കുവാനായിട്ട് യെശയ്യാവ് തയ്യാറായില്ല. എന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തിൽ അവന് ചുറ്റും, അവൻ ആശ്രയമായിട്ടും അവൻ വലുതായിട്ടും കണ്ട പലതും അവന് ചുറ്റുമുണ്ടായിരുന്നു. നമുക്കറിയാം, ഇസ്രായേലില് ഉസിയാവ്, യോഥാം, ആഹാബ്, യെഹിസ്കീയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്ന് പ്രവചിച്ച ഒരു വ്യക്തിയാണ് യെശയ്യാവ്. ഇത്രയും രാജാക്കന്മാരുടെ. അപ്പം യെശയ്യാവ് ഉസിയാവിന്റെ കാലത്താണ് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ ഈ രാജകൊട്ടാരത്തിൽ നിന്നൊരു പ്രത്യേകമായ ഒരു കൺസിഡറേഷൻ, അല്ലെങ്കിൽ രാജകൊട്ടാരത്തിന്റെ എല്ലാ പ്രിവിലേജസും യെശയ്യാവിനുണ്ടായിരുന്നു. ഒരു പ്രവാചകനായിരിക്കെ, ഒരു ദൈവത്തിന്റെ ശുശ്രൂഷകനായിരിക്കെ അദ്ദേഹത്തിന് ഒരു രാജാവിന്റെ അല്ലെങ്കിൽ ഒരു രാജകൊട്ടാരത്തിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്.
പ്രൈസ് ദി ലോർഡ്. ഒന്നിനും ഒരു കുറവില്ല. ഒരു രാജാവിന്റെ സപ്പോർട്ട്, ഉസിയാവുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം പുലർത്തിയ ആളായിരുന്നു യെശയ്യാവ്. എന്നാൽ ഉസിയ രാജാവാകട്ടെ, ഉസിയ രാജാവ് നല്ലൊരു രാജാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് രണ്ട് കാലഘട്ടം ദൈവം കൊടുത്തിരുന്നു. ഒന്ന്, ദൈവം അദ്ദേഹത്തിന് ബലമായിട്ടിരുന്ന ഒരു കാലഘട്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് ഉസിയാവ് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവം ബലമായിരുന്ന കാലഘട്ടത്തിൽ ഉസിയാവിന്റെ രാജഭരണം വലിയ അനുഗ്രഹമായി വലിയ നന്മകളെയൊക്കെ പ്രാപിച്ചു മുന്നോട്ട് പോയെങ്കിലും പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ അവസാന കാലമായപ്പോഴത്തേന് സ്വന്തം ബലത്തിൽ ആശ്രയിക്കുന്ന ഒരു ഹല്ലേലൂയ സ്തോത്രം ഉസിയാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഈ സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് കഴിയുന്ന ഉസിയാവിനെതിരെ പ്രവചിക്കുവാനോ അല്ലെ ഉസിയാവിനെ കറക്റ്റ് ചെയ്യാനോ ഒന്നും ശ്രമിക്കാതെ ഉസിയ രാജാവ് രാജകൊട്ടാരത്തിന് രാജസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അതിന്റെ മഹിമയെ ആസ്വദിച്ച് അതിന്റെ മഹിമയുടെ എല്ലാ പ്രിവിലേജസും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രാജാവിന്റെ എല്ലാ സപ്പോർട്ടും കൂടി വളരെ സുരക്ഷിതമായി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിൽ ഇരുന്നു കൊണ്ട് ശുശ്രൂഷ ചെയ്തു വരികയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഉസിയ രാജാവിന്റെ മരണം അത് യെശയ്യാവിനെ വല്ലാതെ കീഴ്പ്പെടുത്തുവാനായിട്ടിടയായി. ദൈവമക്കളെ, പല ശുശ്രൂഷകന്മാരും പല ദൈവമക്കൾക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമായത്. കാര്യം എന്താ അറിയാമോ? അവർ ശുശ്രൂഷ ആരംഭിച്ചു അല്ലെ വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിൽ നിന്നുകൊണ്ടായിരിക്കും ഈ ദൈവികമായ അവസ്ഥയിലേക്ക് ഇവർ കടന്നു വരുന്നത്. ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ ഉണ്ട്, പാട്ട് പാടുന്നുണ്ടോ ഉണ്ട്, വർഷിപ്പ് ലീഡറാണോ ആണ്, ചർച്ചിന്റെ മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. കാര്യം നല്ല സപ്പോർട്ട്, നല്ല സ്പോൺസർഷിപ്പ്, നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ഒരു സഭ, നമുക്ക് ഏത് കാര്യത്തിലും കൂടെ നിൽക്കുന്ന കുറെ ആളുകൾ. എനിക്കറിയത്തില്ല ഞാൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, പക്ഷെ ഞാൻ വളരെ ഹൃദയമായി നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തരുന്ന ദൂതി ഞാൻ പറയുകയാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിൽ നിന്നുകൊണ്ട് പലപ്പോഴും നമ്മൾ ദൈവികമായ ശുശ്രൂഷകളിലും ആത്മീയ ജീവിതത്തിലും മുന്നോട്ട് പോകാറുണ്ട്. ഒന്നിനും ബുദ്ധിമുട്ടില്ല. നമുക്ക് ആവശ്യമായ നന്മകൾ വേണ്ട സമയത്ത് ലഭിക്കുന്നു. വസ്ത്രത്തിന് വസ്ത്രം, ആഹാരത്തിന് ആഹാരം, എന്തെങ്കിലും അസുഖം വന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളെ പരിചരിക്കാൻ ആൾക്കാർ, വേണ്ട ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടുന്നു. ഒന്നിനും കുറവില്ലാതെ വളരെ തൃപ്തികരമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞവരും അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ സ്ഥാനമൊക്കെ ഒന്ന് മാറി അവരൊക്കെ ഒന്ന് പിൻവാങ്ങി അല്ലെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് അവർ അസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ട് നമ്മൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്കാകുന്നു. പലപ്പോഴും ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, വളരെ വേദനയോടുകൂടി, പ്രയാസത്തോടി, നിരാശയോടുകൂടി അവര് ആക്ച്വലി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അവരുടെ ആ മുഖത്തിന്റെ പ്രസാദമൊക്കെ പോയി വളരെ നിരാശയോടുകൂടി ശുശ്രൂഷയിലും ദൈവകൃപയിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിലും അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനിത് സംസാരിക്കുമ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും എല്ലാം നമുക്ക് സുരക്ഷിതമായിട്ടിരിക്കുമ്പോൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥന നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപവാസ പ്രാർത്ഥന നടത്തുന്നുണ്ട്, റിവൈവൽ മീറ്റിംഗ്സ് നടത്തുന്നുണ്ട്, റിവൈവൽ മീറ്റിംഗ്. കാര്യം നമുക്ക് പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നുമില്ല, നമ്മൾ വളരെ ഫ്രീ ആണ്, കൂളാണ്. നമുക്ക് വേണമെങ്കിൽ എത്ര നേരം നിന്ന് പാടാനും നമുക്ക് കഴിയും. നമുക്ക് പാടാൻ ഇച്ചിരി കഴിവുണ്ടെങ്കിൽ കുറച്ച് ശക്തമായിട്ട് നമുക്ക് പാടാൻ കഴിയും. നമുക്ക് എല്ലാ സെറ്റപ്പുകളും നമ്മുടെ ചുറ്റും ഒരുക്കി നമുക്ക് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ചുറ്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ അതൊക്കെ ചിന്തിക്കും, തെറ്റിദ്ധരിക്കും, ഇതൊക്കെ ദൈവസാന്നിധ്യമാണ്, ഇതൊക്കെ ദൈവത്തിന്റെ പ്രിവിലേജ് ആണെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ ദൈവം നമ്മളെ യഥാർത്ഥമായി ദൈവിക ശുശ്രൂഷയിലേക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ദൈവം നമ്മുടെ കംഫർട്ട് സോണിനെ എല്ലാം പൊളിക്കും. ഒരു ദിവസം നമുക്ക് അനുകൂലമായിരിക്കുന്ന കംഫർട്ട് സോണുകളെ അവൻ പൊളിക്കും. എന്തിനാണെന്ന് അറിയാമോ? മറ്റൊന്നിനു വേണ്ടിയല്ല, നാം ദൈവമുഖത്തേക്ക് യഥാർത്ഥമായിട്ട് നോക്കുവാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ ശുശ്രൂഷയിൽ ഇറങ്ങിയിട്ട് 10 വർഷമായി കാണാം, 20 വർഷമായി കാണാം, അല്ലെ 1 വർഷമേ ആയിട്ടുള്ളായിരിക്കാം, 1 മാസമേ ആയിട്ടുള്ളായിരിക്കാം, അല്ല ദൈവകൃപയിലായിട്ട് ചുരുക്കമോ അല്ലെ ദീർഘമോ സമയങ്ങളായിട്ടുള്ളവരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഒരു ദിവസം നമ്മുടെ കംഫർട്ട് സോണിനെ അവൻ ഇളക്കുവാനായിട്ട് ഇടയാകും. ആ കംഫർട്ട് സോൺ ഇളകുന്ന സമയത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന, നമ്മൾ എവിടെയോ അനുഭവിക്കാതിരുന്ന, നമ്മളെ വിളിച്ച വിളിക്കൊത്തവണ്ണം നമ്മൾ ഉണരാതിരുന്ന നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ നമ്മൾ ദർശിക്കുവാനായിട്ട് പോകുന്നത്. ഓർത്തോണമേ, യെശയ്യാവിനെ സംബന്ധിച്ച് ഉസിയ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ
വളരെ അസ്വസ്ഥനാവുകയാണ്. യെശയ്യാവിന് ഒരു കാരണത്താലും സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നില്ല, ശുശ്രൂഷിക്കുവാൻ കഴിയുന്നില്ല, മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ബ്രേക്ക് ഇട്ടതുപോലെ തന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ പോകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. സാഹചര്യങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുന്നത് പോലെ തോന്നുന്നു. അവന് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ഇനിയും വരുന്ന യോധാം എന്ന് പറയുന്ന രാജാവ് ഒരിക്കലും ഉസിയാവിനെ പോലെ അവനെ കൺസിഡർ ചെയ്യുമെന്ന് അവന് വിശ്വാസമില്ല. ഹല്ലേലൂയ, സ്തോത്രം. മാനസികമായി പീഡകൾ അനുഭവിച്ച്, വേദനകൾ അനുഭവിച്ച്, ഉസിയാവിന്റെ മരിച്ച ആണ്ടിൽ എന്നാ പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഹല്ലേലൂയ, ഉസിയാവ് മരിച്ച ഉടനെയല്ല, കുറെ നാളുകൾ ഉസിയാവിന്റെ ആബ്സൻസും കൊട്ടാരത്തിന്റെ പ്രിവിലേജും ഒക്കെ നഷ്ടപ്പെട്ട് യെശയ്യാവ് കഴിയുന്ന ആ സമയത്ത് വിളിച്ച ദൈവത്തിന്റെ ഒരു ദർശനം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ അനുകൂലമായ സാഹചര്യങ്ങളെ ദൈവം പൊളിക്കുമ്പോൾ, നമ്മുടെ കംഫർട്ട് സോണിനെ ദൈവം ബ്രേക്ക് ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവ് പറയുന്നു, നാം നോക്കേണ്ടുന്ന ഒരിടം ദൈവം സന്നിധിയാണ്. അവിടെ മാത്രമേ നമുക്ക് നോക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നാം നോക്കുവാൻ തയ്യാറായാൽ അസാധാരണമായ ദൈവ സാന്നിധ്യം, അസാധാരണമായ ദൈവകൃപ, നമ്മൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ തേജസ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. ദൈവങ്ങളെ മനസ്സിലാക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക. ഹല്ലേലൂയ, യെശയ്യാവ് ഇതുവരെ കണ്ട സിംഹാസനം എന്ന് പറയുന്നത് ഉസിയാവിന്റെ സിംഹാസനം. യെശയ്യാവ് കണ്ടതിൽ ഏറ്റവും വലുതെന്നും ഏറ്റവും നല്ലതെന്നും ഏറ്റവും ബെറ്റർ എന്നും ബ്യൂട്ടിഫുൾ എന്നും ഒക്കെ യെശയ്യാവ് കണ്ട സിംഹാസനം ഉസിയാവിന്റെ സിംഹാസനം. യെശയ്യാവ് ദൈവത്തെ അറിയാമെങ്കിലും, ദൈവിക ശുശ്രൂഷയിലാണെങ്കിലും, ഒരു സിംഹാസനത്തിന് അവനൊരു വില കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു സിംഹാസനത്തിന് അവനൊരു പ്രൗഢി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉസിയാവിന്റെ സിംഹാസനത്തിനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഉസിയാവിന്റെ സിംഹാസനത്തെ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് യെശയ്യാവ് കണ്ടുകൊണ്ടിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ദൈവസന്നിധിയിലേക്ക് തിരിയുന്ന യെശയ്യാവ് കാണുന്നത്, ദൈവം കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ യെശയ്യാവ് പറയുന്നത്, ദൈവം അങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്ന എന്നുള്ളൊരു ദർശനം അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ആളാണെന്നൊന്നും പഠിപ്പിക്കുകയൊന്നുമല്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു, ഞാൻ കണ്ടു. കാര്യം, ശൂന്യമായി കിടക്കുന്ന യഹൂദ രാജാവിന്റെ കൊട്ടാരത്തിൽ ശൂന്യമായി കിടക്കുന്ന സിംഹാസനവും നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങളും കണ്ടു മടുത്ത യെശയ്യാവ് കാണുന്നത്, ഹല്ലേലൂയ, താൻ ഇതുവരെ വലുതായി കണ്ട പലതും ഹല്ലേലൂയ ശൂന്യമായി പോകുന്നത് കണ്ട യെശയ്യാവ് കാണുന്നത്, ഹല്ലേലൂയ, നിറഞ്ഞ പ്രഭയുള്ള, ഹല്ലേലൂയ, തേജസ്സുള്ള, മഹിമയുള്ള, ഹല്ലേലൂയ, സ്തോത്രം, വർണ്ണിക്കുവാൻ കഴിയാത്തത്ര ഭയങ്കരമായ, ഇതുവരെ അവന്റെ കണ്ണിനെ മറച്ചു വെച്ച, ഇതുവരെ അവന്റെ കണ്ണിന് ദർശിക്കുവാൻ കഴിയാഞ്ഞ, ഇതുവരെ ഹല്ലേലൂയ ഓപ്പൺ ആകാത്ത ഒരു വലിയ ഒരു തേജസിന്റെ ഒരു ഡോർ അവന്റെ മുമ്പിൽ ഓപ്പൺ ആകുകയാണ്. അവൻ കാണുന്നത് ഹല്ലേലൂയ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ അവൻ സേവിച്ച, ഇതുവരെ അവൻ ആരാധിച്ച, പ്രൈസ് ദി ലോർഡ്, ഇതുവരെ അവൻ ശുശ്രൂഷിച്ച, ഇതുവരെ അവൻ മഹത്വപ്പെടുത്തിയ ദൈവത്തെ അവൻ ഇപ്പോഴാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവങ്ങളെ ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ താഴ്ത്തി ശോധന ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് വരെ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ടോ? മനോഹരമായ ഹോളിൽ ഞാൻ പോയിട്ടുണ്ട്, മനോഹരമായ വർഷിപ്പ് ലീഡേഴ്സിന്റെ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, മനോഹരമായ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഒത്തിരി പ്രവാചകന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പ്രവചിച്ചിട്ടുണ്ട്, ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ ഒത്തിരി വ്യാഖ്യാനങ്ങളൊക്കെ പല ബുക്കുകൾ റെഫർ ചെയ്തൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ വലിയ പ്രസ്ഥാനം എന്ന് പറയത്തക്ക രീതിയിലൊക്കെ ഞാൻ ആയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഞാൻ പ്രസംഗിച്ച, ഇന്ന് വരെ ഞാൻ ആരാധിച്ച, ഇന്ന് വരെ ഞാൻ സംസാരിച്ച ദൈവത്തിന്റെ തേജസ് ഞാൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വായിച്ച ആ ദൈവത്തിന്റെ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറ്റപ്പെട്ടിരിക്കാം. എന്നെ കേൾക്കുന്ന അനേകരും ഈ ഒരു സാഹചര്യത്തിലൂടെ പോയിട്ടുള്ളവരായിരിക്കും. അനേകരും ഒരു പേഴ്സണൽ എൻകൗണ്ടർ ദൈവവുമായിട്ട് നടത്തിയിട്ടുള്ളവരായിരിക്കും. ഞാൻ ആരെയും നിങ്ങളെ വിധിക്കുകയല്ല. ഞാൻ അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നിങ്ങൾക്ക് തന്ന കൃപകളെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട്
ഞാൻ ആ വിഷയത്തിൽ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. പക്ഷെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെട്ട് ഇത്ര വർഷമായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സഭയിൽ ഞാൻ ഇത്ര നാളത്തെ മെമ്പറാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ ഒരു പക്ഷെ പ്രവചിക്കുന്ന ഒരു പ്രവാചകനായിരിക്കാം, നീ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷകനായിരിക്കാം, ഹാലലുയ സഭയിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു കോൺട്രിബ്യൂട്ടർ ആയിരിക്കാം, ഹാലലുയ സഭയ്ക്ക് ഹാലലുയ ഫർണിച്ചറുകളൊക്കെ മേടിച്ചു കൊടുത്ത ചരിത്രം നിന്റെ മേലുണ്ടാകാം, ബിൽഡിങ്സുകളൊക്കെ പണിത ചരിത്രം നമ്മുടെ മേലുണ്ടാകാം. എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു, യഥാർത്ഥത്തിൽ ഹാലലുയ നീ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തോ, ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തോ, ആ ദൈവത്തെ, ആ കർത്താവിനെ കാണാതുള്ള ഹാലലിയ ക്രമങ്ങളും കാണാതുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്തതെങ്കിൽ ദൈവം പറയുന്നു, ഹാലലിയ സ്വതന്ത്രം നമ്മുടെ കംഫർട്ട് സോണിനെ ദൈവം ബ്രേക്ക് ചെയ്യും. ദൈവത്തിന് അധിക നാൾ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. നാമും ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അതിന് മാത്രമേ സാധ്യമാകത്തുള്ളൂ. എന്റെയും നിങ്ങളുടെയും ശുശ്രൂഷ മുന്നോട്ട് പോകണമെങ്കിൽ, എന്റെയും നിങ്ങളുടെ ശുശ്രൂഷ കുറച്ചുകൂടെ വിശാലമാകണമെങ്കിൽ, ഹാലലിയ ക്രിസ്തീയ ജീവിതം കുറച്ചുകൂടെ സ്ട്രോങ് ആകണമെങ്കിൽ, ഹാലലിയ ക്രിസ്തീയ ജീവിതത്തിൽ ഹാലലിയ പുറകോട്ട് സ്റ്റെപ്പുകൾ വെക്കാതെ മുന്നോട്ട് തന്നെ സ്റ്റെപ്പുകൾ വെക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ, ഹല്ലേലൂയ, നാം പുറകിലുള്ള ഇതുവരെ നടന്ന കാര്യങ്ങളെയൊക്കെ മറക്കണം, ഇതുവരെ ചെയ്തതിനെയൊക്കെ മറക്കണം. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അസാധാരണമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് നാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. യെശയ്യാവ് കാണുന്നത് എന്താണ്? ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാവ് മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാവ് കാണുന്നത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. കാര്യം അവൻ കാണുന്നത് ഒത്തിരി ചേവകരോ ഒത്തിരി ആൾക്കാരോ ഒന്നുമുള്ള ഒരു ഉസിയാവിന്റെ സിംഹാസനം പോലത്തെ ഒരു സിംഹാസനമോ അതിന്റെ നടപടിക്രമങ്ങളോ അല്ല അവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഒരു രാജസിംഹാസനമാണ് അവിടെ കാണുന്നത്. പക്ഷേ ഉസിയാവിന്റെ കൊട്ടാരത്തിൽ കണ്ട രീതിയൊന്നുമല്ല അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ഓർത്തോണമേ, സിംഹാസനം ഒരു വലിയ വിശുദ്ധ മന്ദിരത്തിന്റെ നടുക്കാണ് ഇരിക്കുന്നത്. ഒരു ദൈവികമായ അനുഭവം, വിശുദ്ധ മന്ദിരം, ഒരു ഹോളിനെസ് അല്ല, എന്താ പറയുന്നത്, ഒരു 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 പ്രത്യേകമായ ഒരു അവസ്ഥ, വിശുദ്ധിയുടെ ഒരു പരമോന്നതി. ഹല്ലേലൂയ. മന്ദിരം എന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ വല്ലാത്ത ഒരു വ്യാപാരം നിറഞ്ഞു നിൽക്കുന്ന, ഒരു ശക്തമായ വ്യാപാരം നിറഞ്ഞു നിൽക്കുന്ന, സമാധാനത്തിന്റെ, പ്രഭയുടെ, തേജസ്സിന്റെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ. ഹല്ലേലൂയ സ്തോത്രം. ഇതുവരെ കണ്ട ഉസിയാവിന്റെ ഹാലലിയ സിംഹാസനത്തിൽ കൈപ്പണിയായി മനുഷ്യൻ ഉണ്ടാക്കിയ പല ചിത്രപ്പണികളും പലതും കണ്ട് അമ്പരന്നു പോയ യെശയ്യാവ്, ഹാലലിയ സ്തോത്രം, ദൈവിക സിംഹാസനത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ വസ്ത്രത്തിന്റെ, കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ മുഴുവനും നിറച്ചിരിക്കുന്ന ഒരനുഭവം അവൻ കാണുവാനായിട്ടിടയായിരുന്നു. ഹല്ലേലൂയ. ഒരു ദൈവ തേജസ്സിന്റെ ഒരു പ്രത്യേക അനുഭവം. അടുത്തതായിട്ട് അവൻ കാണുന്നത്, ഹല്ലേലൂയ, മനുഷ്യർ രാജാവേ നിനക്ക് ദീർഘായുസ് ഉണ്ടായിരിക്കട്ടെ എന്നൊക്കെ പഴയ കാലങ്ങളിൽ ആര് രാജാക്കന്മാർ ഒരിക്കൽ വന്നാലും രാജാക്കന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്, രാജാവ് ദീർഘായുസോടുകൂടി ഇരിക്കട്ടെ, രാജാവിനെ പ്രൈസ് ചെയ്യുക. ഇന്നും നമ്മൾ ചർച്ചിലൊക്കെ എഴുന്നേറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ എത്ര പേരെ പ്രൈസ് ചെയ്താലാ നമുക്കൊന്ന് ഒരു ദൈവവചനമൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്. ഇന്നും പല സ്ഥലത്തും നമ്മൾ ആരാധിക്കാൻ പോവുകയാണെങ്കിലും പലരെയും പ്രൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ട്. നമ്മളിപ്പോ ഒരിടത്ത് പ്രസംഗിക്കാൻ പോയാൽ ആ സ്റ്റേജിൽ ഇരിക്കുന്നവരെല്ലാം നമ്മൾ അഡ്രസ് ചെയ്യണം. അതൊക്കെ നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്ന ഒരു ബാധ്യതയാണ്. എന്ന് പറയുന്ന പോലെ ഹല്ലേലൂയ, ഉസിയാവിന്റെ കൊട്ടാരത്തിലുള്ള യെശയ്യാവ് കണ്ടിട്ടുണ്ട് പലരും പലരെയും അഡ്രസ് ചെയ്യുന്നത് പോലെ. ഉസിയാവിന്റെ ഇടയ്ക്ക് വന്നിട്ട് ആദ്യമേ ആൾക്കാർ പറയുന്ന ഒരു വാക്ക് ഇതായിരിക്കാം, രാജാവ് ദീർഘായുസോട് കൂടി ഇരിക്കട്ടെ. രാജാവിനെ പ്രൈസ് ചെയ്യാണ്. രാജാവിനെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. നമ്മളോട് ആരെങ്കിലും അച്ഛാ അല്ലെ സഹോദര അല്ലെ അമ്മാമ്മയ്ക്ക് ഭയങ്കര ദീർഘായുസോട് കൂടി ഇരിക്കട്ടെ, അമ്മാമ്മയ്ക്ക് ദീർഘായുസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു ലെവലാണ്. നമ്മൾ ഹൃദയത്തിൽ അങ്ങ് പൊങ്ങും, നിഗളിക്കും. നമുക്ക് അടക്കാനാകാത്ത നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ഫീലിങ്സുകളൊക്കെ നമ്മൾ വരും. ഇത് പറയുന്നവർ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശത്തോടുകൂടി വരുന്നവർ അവരവരുടെ കാര്യം സാധിച്ചിട്ട് പോകും. നമ്മളെല്ലാം അവർ അടിച്ചു മാറ്റും. അവര് നമ്മളെ വെറുതെ സന്തോഷിപ്പിച്ചിട്ട് പോകും. ഈ കഴിഞ്ഞ നാളുകൾ ഉസിയാവിന്റെ ഒരിക്കലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രൈസ് ചെയ്ത് ഒത്തിരി പേരുണ്ടായിരിക്കും.
പക്ഷേ ഉസിയാവ് അവന്റെ ആയുസ് അവസാനിക്കുന്ന സമയത്ത് ഇവിടെ കാണുന്നതെന്നറിയാമോ? കർത്താവിന്റെ സിംഹാസനത്തിന് ചുറ്റും അനാവശ്യമായി പ്രൈസ് ചെയ്യുന്നവരെ അല്ല കാണുന്നത്. അവിടെ കാണുന്നത് ദീർഘായുസോടുകൂടി ഇരിക്കട്ടെന്ന് കർത്താവിനെ ആരും ആശംസിക്കേണ്ട കാര്യമില്ല. കർത്താവ് അനുഗ്രഹിക്കപ്പെടട്ടെന്നും സന്തോഷമായിട്ടിരിക്കട്ടെന്നും ദൈവം അനുഗ്രഹിക്കട്ടെന്നും ദീർഘായുസോടിരിക്കട്ടെന്നൊന്നും പ്രൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഒരൊറ്റ ബാധ്യതയേ ഉള്ളൂ. സാറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് അവർ പറയുന്നൊരു വാക്കിതാണ്: സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈ സാന്നിധ്യം കണ്ട യെശയ്യാവിന് അവനെ തന്നെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ നാളുകൾ വരെയും ഹല്ലേലൂയ മാനുഷികമായ പ്രശംസകളും പുകഴ്ചകളും പരിഗണനകളും അനുഭവിച്ച യെശയ്യാവിന് ഒരിക്കലും ഹല്ലേലൂയ അവന്റെ വ്യക്തമായ കുറവുകളെ, അവന്റെ പ്രശ്നത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നുള്ള ആരാധനയുടെ ശബ്ദത്തിന്റെ മുമ്പിൽ, ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാവ് തന്റെ കുറവുകളെ അവന് വെളിപ്പെടുത്തി കിട്ടുവാനായിട്ടിടയായി. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്: ഹല്ലേലൂയ സ്തോത്രം, ഒരുത്തനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, സർവ്വഭൂമിയിലും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ആ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ ചോദിച്ചോട്ടെ, ദേവാലയത്തിൽ കടന്നു വന്നിട്ട്, ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട്, പ്രാർത്ഥിക്കാൻ കടന്നു വന്നിട്ട്, അല്ലെങ്കിൽ ഈ മീറ്റിങ്ങുകൾക്കൊക്കെ കടന്നു വന്നിട്ട് നമ്മള് ദൈവമേ എനിക്ക് കഷ്ടമെന്ന് പറയുന്നത് മുഴുവൻ നമ്മുടെ ആവശ്യങ്ങൾ പുറത്തല്ലേ? നമ്മുടെ സാമ്പത്തിക വിഷയത്തിൽ നാം പറയും, കർത്താവേ ഞാൻ ഭയങ്കര കഷ്ടതയില്ല, എന്തുവാ, എനിക്ക് ലോണുണ്ട്, എനിക്ക് കടമുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പണമില്ല, എനിക്ക് ആരോഗ്യമില്ല. ഇതെല്ലാം നമ്മുടെ കഷ്ടതയുടെ കാരണങ്ങളാണ്. പക്ഷെ ഇന്ന് വരെ ദൈവസന്നിധി കടന്നു വന്നിട്ട് നമ്മള് അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന് നമുക്ക് ഇന്ന് വരെ ഫീൽ ചെയ്തിട്ടുണ്ടോ? കാര്യം എന്താണെന്നറിയാമോ? നാം ഇന്ന് വരെ ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചിട്ടില്ല. ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ, ദൈവ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞാൽ, നാം ഒന്നാമതായിട്ട് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, ഞാൻ അശുദ്ധിയുള്ളവനാണെന്നാണ്. ഹല്ലേലൂയ. പ്രവാചകന് പറയാൻ എന്താ പറ്റത്തില്ലേ? പാസ്റ്റർക്ക് പറയാൻ എന്താ പറ്റത്തില്ലേ? അപ്പോസ്തലന് പറയാൻ എന്താ പറ്റത്തില്ലേ? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. 10, 15, 20, 30, 50 വർഷമായ വിശ്വാസത്തിലാണെന്ന് പറയുന്ന ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റത്തില്ലേ? ഹല്ലേലൂയ. നിന്റെ സീരിയോറിറ്റി എന്തുകൊണ്ട് നിന്നെ മടിപ്പിക്കുന്നു? പരിശുദ്ധാത്മാവിനോട് ഇന്ന് ഈ സന്ധ്യയിൽ പറയുന്ന ഒരു ദൂതി ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പുറംമൂടികളെയൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട്, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ കംഫർട്ട് സോണിനൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട്, ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് തുറന്നു പറ, ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള ഒരു മനുഷ്യനാണെന്ന്, ഞാൻ കുറവുള്ളതാണെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ദൈവസാന്നിധ്യം അനുഭവിക്കാൻ നമ്മൾ എങ്ങനെ പറയും? അനുഭവിക്കുന്നത് മുഴുവൻ മനുഷ്യന്റെ സാന്നിധ്യം, അനുഭവിക്കുന്നത് മുഴുവൻ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിംഹാസനത്തിന്റെ വലിപ്പങ്ങൾ, അനുഭവിക്കുന്നത് മുഴുവൻ മാനുഷികമായ ഹല്ലേലൂയ പരിവേഷങ്ങൾ. പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ ഫോക്കസ് ചേഞ്ച് ആക്കുവാൻ വേണ്ടി ദൈവം നമ്മുടെ കംഫർട്ട് സോണിനെ പൊളിക്കും. ദൈവം നമ്മൾ സ്വയം അത് ചെയ്തില്ലെങ്കിൽ നമുക്കിപ്പോൾ അനുകൂലമായിരിക്കുന്ന പല സാഹചര്യങ്ങളും ദൈവം പൊളിക്കും. ദൈവം പറയുകയാണ്, ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാവിനെ തിരഞ്ഞെടുത്ത ദൈവത്തിന് യെശയ്യാവിനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രവാചകനാക്കി, ഒരു തികഞ്ഞ പ്രവാചകനാക്കി, ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനാക്കി, ഒരു നല്ല ശുശ്രൂഷകനാക്കി. ഹല്ലേലൂയ. പാസ്റ്ററായി ഒരാളെ തിരഞ്ഞെടുത്തെങ്കിൽ നല്ലൊരു പാസ്റ്റർ ആക്കുന്നവരെ ദൈവം അവനെ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ ശുദ്ധീകരിക്കുവാനായിട്ട് തയ്യാറാകും. നല്ലൊരു വിശ്വാസിയാണെങ്കിൽ നല്ലൊരു വിശ്വാസിയായി, നല്ലൊരു അപ്പോസ്തലനാണെങ്കിൽ നല്ലൊരു അപ്പോസ്തലനാകുന്നവരെ ദൈവം ശുദ്ധീകരിക്കുവാനായിട്ട് തയ്യാറാകും. ഇവിടെ യെശയ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്: അയ്യോ എനിക്ക് കഷ്ടം, അയ്യോ എനിക്ക് കഷ്ടം. ഹല്ലേലൂയ സ്തോത്രം. ഇതുവരെ പലരുടെ കഷ്ടമായിരുന്നു യെശയ്യാവ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ യെശയ്യാവ് പറയാണ്, അയ്യോ എനിക്ക് കഷ്ടം. ഹല്ലേലൂയ. കാര്യം എന്താണെന്ന് അറിയാമോ?
മാനുഷിക സ്തുതികളില്ലാത്ത, മാനുഷിക പരിഗണനകളില്ലാത്ത യഥാർത്ഥ ദൈവകൃപ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ഒരു ആരാധനാലയത്തിൽ വരുമ്പോൾ നമ്മൾ ആരുടെ ആലയത്തിലാണ് കടന്നു വന്നതെന്നുള്ള ഒരു വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം. ദൈവങ്ങളെ നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആരെ ആരാധിക്കാൻ പോവുകയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമ്മളൊരു മെസ്സേജ് കേൾക്കുമ്പോൾ ഇത് ആരുടെ വചനമാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം ആരോടാ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം. നാം ആരെ ആരാധിക്കുന്നു, നാം ആരുടെ സാന്നിധ്യത്തിലായിരിക്കുന്നു, ആ സാന്നിധ്യത്തിന്റെ നാമത്തിന് തക്ക മഹത്വം നമ്മൾ കൊടുക്കണം. ആ സാന്നിധ്യത്തിന് തക്ക അംഗീകാരം നമ്മൾ കൊടുക്കണം. ആ ഗൗരവം നമ്മൾ കൊടുക്കണം. ലാഘവത്തോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു വരരുത്. ലാഘവത്തോടുകൂടി ദൈവിക വിഷയങ്ങളിൽ ഇടപെടരുത്. ലാഘവത്തോടുകൂടി ദൈവികമായ ശുശ്രൂഷകളെ കൈകാര്യം ചെയ്യരുത്. പരിശുദ്ധാത്മാവ് പറയുന്നു, സ്തോത്രം, ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഭക്തിയോടെ, ഭയത്തോടെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. അവൻ പരിശുദ്ധനാണ്. ദൈവം പറഞ്ഞു, ഞാൻ പരിശുദ്ധനാകിയാൽ നിങ്ങളും പരിശുദ്ധരായിരിക്കും. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാനായിട്ട് കഴിയത്തില്ല. യെശയ്യാവിന് തന്റെ പ്രശ്നം മനസ്സിലായി. യെശയ്യാവിന് തന്റെ പ്രോബ്ലം മനസ്സിലായി. ഇതുവരെ ഉസ്യാവിൽ ആശ്രയിച്ചിരുന്ന യെശയ്യാവിന് യഥാർത്ഥത്തിൽ മനസ്സിലായി എന്റെ പ്രശ്നം എന്താണെന്ന്. ഇന്ന് സന്ധ്യയിൽ പരിശുദ്ധാത്മാവ് പറയാണ്, നമ്മുടെ പ്രശ്നത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ പ്രശ്നം മറ്റൊന്നുമല്ല, നമ്മുടെ പ്രശ്നം വിശുദ്ധിയുടെ അസാന്നിധ്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നമ്മുടെ യഥാർത്ഥ പ്രശ്നം വിശുദ്ധിയുടെ അസാന്നിധ്യമാണ്. നമ്മുടെ ആരാധനയിൽ ഏറ്റവും വലിയ കുറവ് വിശുദ്ധിയുടെ അസാന്നിധ്യമാണ്. അത് പറയുന്നതിന് എനിക്ക് മടിയില്ല. സ്തോത്രം, നമ്മുടെ കൂട്ടായ്മയിൽ ഏറ്റവും വലിയ ആബ്സൻസ് വിശുദ്ധിയുടെ ആബ്സൻസ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഗൗരവമുള്ള വിഷയമാണ്. അതൊരു മനുഷ്യന് നമ്മളെ സഹായിക്കുവാൻ കഴിയുന്ന വിഷയമല്ല. ദൈവത്തിന് മാത്രമേ ആ വിഷയത്തിൽ നമ്മളെ സഹായിക്കാൻ കഴിയത്തുള്ളൂ. കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മുടെ നോട്ടം ഒന്ന് മാറ്റണം. ആലയത്തിലേക്ക് വരുമ്പോൾ ആലയത്തിന്റെ മേൽക്കൂരയിലേക്ക് നോക്കാനല്ല ഞാൻ പറയുന്നത്, മേൽക്കൂരയ്ക്കും മീതെ ആലയത്തിനും ഒക്കെ മുകളിൽ സ്തോത്രം വാഴുന്നൊരുത്തനുണ്ട്. അവൻ വാഴുന്നവനാണ്. സ്തോത്രം, താൻ വാഴുകയാകുലമില്ലെന്ന് ദൈവജനം പാടേണ്ടത്. സ്തോത്രം എന്താണെന്നറിയാമോ? മഹിമയിൽ ഇരിക്കുന്നവൻ, സിംഹാസനസ്ഥനായിരിക്കുന്നവൻ, പുരാതനെ അവന്റെ സിംഹാസനം സ്ഥിരപ്പെടുത്തിയിട്ടുള്ളവൻ, ആർക്കും മാറ്റുവാൻ കഴിയാത്തവൻ, ആർക്കും ആശംസിച്ച് ആയുസ് ദീർഘിപ്പിച്ചു കൊടുക്കേണ്ടാത്തവൻ, ഇന്നലെയും ഇന്നും നാളെയും അലന്യനായി നിൽക്കുന്നവൻ, സിംഹാസനം ഒരിക്കലും ഇളകാത്തവൻ. സ്തോത്രം, മനുഷ്യർ മാറിപ്പോകും. മനുഷ്യർ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ ലോകത്തിന്റെ സപ്പോർട്ടുകൾ മാറിപ്പോകും. ഈ ലോകത്തിൽ നമ്മളെ സഹായിക്കുമെന്ന് പറയുന്നവർ പിൻവാങ്ങും. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇറക്കമില്ലാത്ത ഒരു സിംഹാസനം സ്വർഗത്തിലുണ്ട്. അത് ഇന്നും നിലനിൽക്കുന്നു. യെശയ്യാവ് കണ്ട ആ സിംഹാസനത്തിൽ ഇന്നും സാറാഫുകൾ ചുറ്റും രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് സൈനികരുടെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഇപ്പോഴും ആക്കുന്നുണ്ട്. ഈ രാത്രിയിലും നമ്മുടെ ഹൃദയ കണ്ണുകളെ ഒന്ന് തുറക്കാമെങ്കിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ബാഹ്യമായ ദൃഷ്ടി ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കട്ടെ. ദൈവസഭയിൽ കടന്നു വരുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് മറ്റൊന്നുമാകരുത്, നമ്മളെ തൃപ്തിപ്പെടുത്തുന്നത് മറ്റൊന്നുമാകരുത്, നമ്മളെ ആനന്ദിപ്പിക്കുന്നത് ആരുടെയോ ഒരാളുടെ സാന്നിധ്യമാകരുത്. ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ ആയിരിക്കണം. നമ്മൾ ചർച്ചയിൽ പോകുന്നതിന്റെ ആവശ്യം അത് എന്റെയും മാത്രം ആവശ്യമാകരുത്, എന്റെയും ദൈവത്തിന്റെയും കൂടെ ആവശ്യമാകണം. ഇവിടെ നോക്കണമേ, എന്താ സംഭവിക്കുന്നത്? യെശയ്യാവ്, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ അശുദ്ധിയുള്ള അതരങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന് നിലവിളിച്ചു പറയുമ്പോൾ നമ്മളവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ സാറാഫുകളുടെ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു, അതെന്റെ വായി തുടിപ്പിച്ചു. ഇത് നിന്റെ അകരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവങ്ങളെ ഒന്ന് മനസ്സിലാക്കണമേ, ഒരു പ്രവാചകനോടാ പറയുന്നത്. 5 വരെയുള്ള അധ്യായങ്ങൾ മുഴുവൻ നിങ്ങൾ വായിച്ചാൽ ശക്തമായ പ്രവചന കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പ്രവാചകനോട് പറയാം, നിന്റെ പാപം മാറിയെന്ന്, നിന്റെ അകൃത്യം മാറിയെന്ന്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം,
ഏതെങ്കിലും ഒരു കാര്യത്തിന് ദൈവം നമ്മളെ ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൂതനാണെന്ന് വിചാരിക്കരുത്. നമ്മൾ ദൂതനാണെന്ന് വിചാരിക്കരുത്. ഇന്ന് രാത്രിയിലും ഒരു സാറാഫിന് പറന്നു വരാനുള്ള, ഒരു സാറാഫിന് കടന്നു വന്ന് ഇടപെടാനുള്ള അത്രയ്ക്കും ഫ്രീ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മുടെ ദൈവസന്നിധിയിൽ നിന്ന് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഈ സാറാഫുകളൊക്കെ എന്തിരിക്കുന്നു, ഞാൻ എന്തൊക്കെയോ പ്രവചിച്ചതാണ് എന്നുള്ള ഹുങ്കും കൊണ്ടിരുന്നാൽ നമ്മുടെ അകൃത്യം മാറത്തില്ല, നമ്മുടെ പാപം മാറത്തില്ല. ദൈവത്തെയും നമ്മയും തമ്മിൽ മറച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അകൃത്യങ്ങൾ, ദൈവമേ ഞങ്ങളുടെ അകൃത്യങ്ങൾ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ നിന്റെ മുഖപ്രകാശത്തിന്റെ മുമ്പിലും ഇരിക്കുന്നെന്ന് ഹല്ലേലൂയ സ്വതന്ത്രം മോശ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ ഒരു ദൂത് പറയട്ടെ. ഹല്ലേലൂയ. നാം ഒരു പക്ഷേ വലിയ കൺവെൻഷനുകളൊക്കെ പ്രസംഗിച്ചിട്ടുള്ള ആളായിരിക്കാം. സീരീസ് ഓഫ് മെസ്സേജസ് നമ്മുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ടായിരിക്കാം. നമ്മൾ ഒത്തിരി ദൈവകൃപ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കും. ഒത്തിരി സുവിശേഷ വേലകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ഒത്തിരി സഭകൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നമ്മൾ. പക്ഷെ ഇന്നും ഒരു സാറാഫിന്റെ അസാന്നിധ്യം, ഞാൻ എന്താ അത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നും ദൈവിക യാഗപീഠത്തിലെ ഒരു തീക്കനൽ നമ്മുടെ മേൽ വീണിട്ടില്ലെങ്കിൽ നമ്മളിൽ എവിടേക്കോ അശുദ്ധിയുടെ വ്യാപാരമുണ്ട്, നമ്മളിൽ എവിടേക്കോ അകൃത്യത്തിന്റെ വ്യാപാരമുണ്ട്, നമ്മളിൽ എവിടേക്കോ പാപത്തിന്റെ വ്യാപാരമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, അങ്ങനെയാണ് എങ്ങനെ ശുശ്രൂഷിക്കുന്നത്? പ്രസംഗിക്കാം, ബൈബിൾ വായിച്ചാൽ ദൈവം ദൂതൊക്കെ തരും. ബുദ്ധിയിലും ആത്മാവിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ടാകും. പിന്നെ എങ്ങനെ ശുശ്രൂഷിച്ചേ, പിന്നെ എങ്ങനെ കർത്തൃമേശ നടത്തി, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാം. കർത്തൃമേശ നടത്തുന്നവരെല്ലാം വിശുദ്ധന്മാരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ഞാൻ പറയുന്നത്, അവരൊരിക്കൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് അവർ കുറവുകളെ ഏറ്റു പറയുമ്പോൾ അവരെയും ശുദ്ധീകരിക്കുവാൻ തയ്യാറായി സാറാഫുകൾ കുടിലുമായിട്ട് നിൽക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയും, നമ്മുടെ വിശുദ്ധീകരണം അത് ഈ ഭൂമിയിൽ ഒരു ദിവസം കൊണ്ട് തീർന്നു പോകുന്നതല്ല. അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരാം, കുറ്റങ്ങൾ വരാം. പക്ഷെ അത് കണ്ടുണർന്ന് ദൈവസന്നിധിയിൽ ദൈവ തേജസ്സിനെ, ഞാൻ ചോദിക്കുന്നത്, എന്റെ കയ്യിൽ ഒരു തെറ്റുപറ്റി, നാളെ ഞാൻ ആരാധനയ്ക്ക് പോകുമ്പോൾ ദൈവ തേജസ് കാണുമ്പോൾ എനിക്ക് അത് ഏറ്റു പറയാതിരിക്കാൻ പറ്റും? ദൈവ തേജസ്സിന് മുമ്പിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറയാതിരിക്കാൻ കഴിയുമോ? അങ്ങനെ നമ്മൾ പറയുന്നില്ലെങ്കിൽ ആ ആരാധനയിൽ ദൈവ സാന്നിധ്യം ഇല്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം ഞാൻ പറയാം, നാം നുറുക്കുന്ന അപ്പം അത് കർത്താവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. നാം കുടിക്കുന്ന രക്തം ദൈവത്തിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയായിരുന്നു. എന്നാൽ ഈ മേശ ഒരു ദൈവസഭയുടെ മേശയല്ല, കർത്താവിന്റെ മേശയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ആരുടെ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? ആരെ പ്രസാദിപ്പിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ അശുദ്ധി നമുക്ക് വെളിപ്പെട്ട് കിട്ടുവാനായിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണെങ്കിൽ, നമ്മൾ ദൈവത്തെ കാണാൻ വന്നവരാണെങ്കിൽ, ദൈവ തേജസ്സാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ അശുദ്ധിയെ നമുക്ക് ഇഗ്നോർ ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ അശുദ്ധിയെ നമുക്ക് ബൈപ്പാസ് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ കുറവുകളെ നമുക്ക് തിരുത്താതിരിക്കുവാനായിട്ട് കഴിയും. വിശുദ്ധാത്മാവ് പറയുന്നു, നാം ദൈവസന്നിധിയിൽ കുറവില്ലാത്തവരായി നിൽക്കേണ്ടത്, വീഴാതവണ്ണം തന്നെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരായി നിർത്തേണ്ടത്. ദൈവം ഇന്ന് രാത്രിയിൽ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. നമ്മളെ തള്ളിക്കളയുവാൻ ദൈവത്തിന് പദ്ധതിയില്ല. പക്ഷേ ഈ സാറാഫിൽ ഒരുത്തൻ കുടിലുകൊണ്ട് യാഗപീഠത്തിൽ നിന്ന് തീ കഷ്ണം എടുത്തുകൊണ്ട് യെശയ്യാവിന്റെ നാവിന്മേൽ തൊട്ട് കഴിഞ്ഞപ്പോൾ സാറാഫ് തന്നെ പറയുകയാണ്, വിഷമിക്കേണ്ട, കരയേണ്ട, നിലവിളിക്കേണ്ട, നിന്റെ അകൃത്യം നിന്റെ പാപം മോചിച്ചിരിക്കുകയാണ്, നീ ഇപ്പോൾ ശുദ്ധിയുള്ളവനായി മാറിയിരിക്കുകയാണ്. ഇനിയും ദൈവത്തിന് നിന്നോട് സംസാരിക്കുവാനായിട്ട് കഴിയും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണമേ, യെശയ്യാവ് ദൈവത്തെ കണ്ടു, കർത്താവിനെ കണ്ടു, കർത്താവിന്റെ മഹിമ ദർശിച്ചു, സിംഹാസനം കണ്ടു, അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പ് മന്ദിരത്തെ നിറച്ചിരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. സാറാഫുകളുടെ സാന്നിധ്യം അവൻ കണ്ടു, ആരാധനയുടെ മഹത്വം അവന് വെളിപ്പെട്ടു, അവന്റെ അശുദ്ധിയൊക്കെ അവന് വ്യക്തമായി, അവൻ ഏത് കഷ്ടത്തിലൂടെ കടന്നു പോകുന്നതിന് അവന് വ്യക്തമായി. അവന് മനസ്സിലായി, ഉസിയാവ് മരിച്ചതല്ല എന്റെ കഷ്ടം, ഉസിയാവിന്റെ സ്പോൺസർഷിപ്പ് നിന്നതല്ല എന്റെ കഷ്ടം, ഉസിയാവിന്റെ സപ്പോർട്ട് ഇല്ലാതായതല്ല എന്റെ കഷ്ടം.
ഇന്നലെ വരെ എന്നെ സഹായിച്ചവർ അസാന്നിധ്യമല്ല യഥാർത്ഥത്തിൽ എന്റെ കഷ്ടം. യഥാർത്ഥത്തിൽ എന്റെ കഷ്ടം എന്റെ അശുദ്ധിയാണ്. യഥാർത്ഥത്തിൽ എന്റെ പ്രയാസം എന്റെ രോഗമല്ല. യഥാർത്ഥത്തിലുള്ള എന്റെ പ്രശ്നം എന്റെ ബിസിനസ്സിലെ പ്രോബ്ലംസ് അല്ല. യഥാർത്ഥത്തിലുള്ള എന്റെ പ്രശ്നം എന്റെ കുഞ്ഞുങ്ങളെ പ്രശ്നമല്ല. യഥാർത്ഥ എന്റെ പ്രശ്നം എന്റെ അശുദ്ധിയാണ്. അതാണ് എന്റെ കഷ്ടത, അതാണ് എന്റെ കഷ്ടം എന്ന് യെശയ്യാവ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഓർത്തുകൊള്ളും, അതുവരെ ദൈവം അവന് പ്രസന്റ് ആണ്, ദൈവ തേജസ് അവൻ കാണുന്നുണ്ട്, ആരാധനകൾ കാണുന്നുണ്ട്. പക്ഷേ ഇവന്റെ നാവിൽ ആ തീക്കനന് വന്ന് ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് അവനോട് സംസാരിക്കാൻ തുടങ്ങി. കർത്താവ് അവനോട് സംസാരിക്കുന്നത് എങ്ങനെയാ സംസാരിക്കുന്നത്? ഒരു സ്നേഹിതനെ പോലെ. കർത്താവ് ദൂതനോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ആരാധിച്ച് ഹാലലി അത്രയും നിറഞ്ഞു നിൽക്കുന്ന സാറാഫുകളോടല്ല സംസാരിക്കുന്നത്. അശുദ്ധിയുള്ള അധരങ്ങളുള്ളവനാണെന്ന് ഏറ്റു പറഞ്ഞവനോട് കർത്താവ് സംസാരിക്കും. കർത്താവ് പാപികളുടെ മാനസാന്തരം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അവൻ പാപികളോട് സംസാരിക്കാൻ തയ്യാറാകുന്ന വ്യക്തിയാണ്. ശുദ്ധീകരണത്തിന് വേണ്ടി കടന്നു വരുന്നവനെ അവൻ സംസാരിക്കാതെ വിടത്തില്ല, അവൻ ഇടപെടാതെ വിടത്തില്ല. ഹാലലിയ സ്തോത്രം. സാന്നിധ്യമൊക്കെ കണ്ടല്ലോ, ആരാധനയൊക്കെ കണ്ടല്ലോ, മഹത്വമൊക്കെ കണ്ടല്ലോ, എന്നാൽ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന ദൈവമല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയും, എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ഹാലലിയ സ്തോത്രം. അനന്തരം ഞാൻ ആരെ അയക്കുന്നു? ആർ നമുക്ക് വേണ്ടി പോകും? ഇനിയും ഉള്ള പ്രശ്നം നമ്മുടെ പ്രശ്നമായ ഷെയറേ. ഹാലലി ഇനിയുള്ള പ്രശ്നം നമ്മൾ ഒരുമിച്ചുള്ള ബിസിനസ്സാ. ഹാലലി ഇനിയുള്ള കൂട്ടായ്മ നമ്മൾ ഒരുമിച്ചുള്ള കൂട്ടായ്മയാ. ഹാലലിയ എന്റെ പ്രശ്നമല്ല, എന്റെ പ്രശ്നം നിന്റെ പ്രശ്നമാണ്, നിന്റെ പ്രശ്നം നിന്റേത് മാത്രമല്ല, നിന്റെ പ്രശ്നം എന്റെ കൂടെ പ്രശ്നമാ. ഹാലലി ഇവർ ഒരുമിച്ചുള്ള ഹാലലി ഒരു ജോയിന്റ് വെഞ്ചറാണ് പിന്നീട് നടക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഹാലലിയ ശുശ്രൂഷയിൽ ഇതുവരെ ശുശ്രൂഷിച്ചപ്പോഴും പലതും തനിച്ചാ ശുശ്രൂഷിച്ച്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇനിയും യഥാർത്ഥത്തിൽ ഹാലലിയ ദൈവത്തോടുകൂടെ നടക്കുന്ന യെശയ്യാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹാലലിയ ശുശ്രൂഷയുടെ നിലപാടുകൾ മാറും, ശുശ്രൂഷയുടെ ടോണും മാറും, ഹാലലിയ ശുശ്രൂഷയുടെ ഹാലലിയ സാന്നിധ്യം വ്യത്യാസമാകും. പരിശുദ്ധാത്മാവ് പറയുന്നു, ആരുടെയും മുഖം നോക്കി പ്രസംഗിക്കുവാനോ പ്രവചിക്കുവാനോ ദൂത് പറയാനോ മടിയില്ലാത്ത ഒരു അസാധാരണ ദൈവകൃപയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുവാനായിട്ട് ഇടയാകും. ഈ രാത്രികാലം സമയം കഴിഞ്ഞു പോകുന്നല്ലോ. പരിശുദ്ധാത്മാവിനൊരു ദൂത് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി? ദൈവത്തിന് നമ്മളെ അയക്കാൻ ഇനി എത്രയോ സ്ഥലങ്ങളുണ്ടെന്നറിയാം. ദൈവത്തിന് ഇനി നമ്മളെ അയക്കാൻ എത്രയോ മേഖലകളുണ്ടെന്നറിയാമോ? ഇന്നലെ വരെ അയച്ചതൊന്നും അല്ല ദൈവമക്കളെ. ഇന്നലെ കണ്ട ദൈവകൃപയൊന്നും അല്ല, ഇന്നലെ കണ്ട ശുശ്രൂഷയൊന്നും അല്ല. ഹാലലി ഇന്നലെ മനുഷ്യന്റെ സ്പോൺസർഷിപ്പിൽ നമ്മൾ ചെയ്ത ശുശ്രൂഷയൊന്നും അല്ല നാളെ തൊട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹാലലൂയ, ഹാലലൂയ. നമ്മുടെ ഹാലലി അശുദ്ധിയെ നമ്മൾ റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മുടെ അശുദ്ധിയെ നമ്മൾ മാറ്റുവാൻ തയ്യാറാകുമ്പോൾ, ദൈവസന്നിധിയിൽ നാം നമ്മളെ തന്നെ സമർപ്പിച്ചു കഴിയുമ്പോൾ, ഈ ലോകത്തിലുള്ള എല്ലാ ആശ്രയങ്ങളും നമ്മൾ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന, നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു സാന്നിധ്യമുണ്ടല്ലോ. അത് അസാധാരണ ദൈവ സാന്നിധ്യമാണ്, അത് അസാധാരണ ദൈവകൃപയാണ്. ഹാലലിയ അനേകം സ്ഥലങ്ങളെ ഇളക്കി മറിക്കുന്ന ദൈവിക ശുശ്രൂഷയായിട്ട് അത് മാറുവാനായിട്ട് ഇടയാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത്രത്തോളം വചനങ്ങളെ ശ്രദ്ധിച്ചിരുന്ന ദൈവമക്കളോട് ദൈവദാസന്മാരോട് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദൈവകൃപയിൽ നിലനിന്ന് ശുശ്രൂഷിക്കുവാൻ വേണ്ട ദൈവകൃപ ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ